ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു വക്കറ്റ് ചിക്കൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു 2 കിലോയുടെ ഒരു കോഴിയെ റെഡിയാക്കാം. ഇതിൻ്റെ ഈ ചെറിയ ചെറിയ പശുകളെല്ലാം പറിച്ച് കളയണം കേട്ടോ. നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി ഇതിൻ്റെ ഈ ചെറിയ ഈ കൊഴുപ്പ് പോലെയും അതെല്ലാം കളയണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് നമുക്ക് വേണ്ടുന്ന ഒന്നാണ് നമ്മുടെ ഈ പച്ചക്കുരുമുളകില്ലേ, അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. പച്ചക്കുരുമുളക് അതിനെ വൃത്തിയെടുത്തിട്ട് നമ്മൾ ഈ അമ്മിക്കല്ലിൻ്റെ അകത്തിട്ട് അവനൊന്ന് ഇടിച്ച് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുരുമുളക് ഈ പരുവത്തിലൊന്ന് പേസ്റ്റാക്കി എടുത്തത് ഏറെക്കുറെ ഒന്ന് പേസ്റ്റായിട്ടുണ്ടേ. അടുത്തതായിട്ട് നമുക്ക് ഇതിനാവശ്യമായ ഇഞ്ചി എന്ന് പറഞ്ഞൊരു 4-5 ചുള എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഈ 2 കിലോയ്ക്ക് അത് മതി. പിന്നെ 2 കോഴിയൊക്കെ ഒന്നിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് എടുത്താൽ മതി. ഇത് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അത്യാവശ്യം ഒന്ന് ചതഞ്ഞ് നല്ലപോലെ ഒന്ന് പേസ്റ്റായിട്ടല്ല, നല്ലപോലെ ചതഞ്ഞൊന്ന് അരഞ്ഞ് ചേർന്നാൽ മതി. നമ്മളിത് തേച്ച് പിടിപ്പിക്കുന്നതായതുകൊണ്ട് അങ്ങനെ കിട്ടിയാൽ മതി. ഇനി നമുക്ക് വെളുത്തുള്ളിയും കൂടെ അതുപോലെ ഇട്ടൊന്ന് ചതച്ചെടുക്കാം. നമുക്കിനി ഇതിൻ്റെ അകത്ത് മസാലകൾ ചേർക്കേണ്ട വിധം, അതായത് ഇത് ചിക്കൻ ഫ്രൈ മസാല കേട്ടോ, അതൊരു 3 ടീസ്പൂണുണ്ട്. അതുപോലെ കാശ്മീരി അതൊരു 1.5 ടീസ്പൂൺ. സാദാ മുളക് പൊടി അതൊരു 3 ടീസ്പൂണാണ്. ഇനി ഇത് എരിവുള്ള കുരുമുളക് പൊടിയാണ്. നമ്മൾ പച്ചക്കുരുമുളക് നമ്മൾ അത്യാവശ്യം അതിൻ്റെ അകത്ത് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ എരിവുള്ള ഒരു 2 ടീസ്പൂണും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കും. നമുക്കിതിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ഇനി നമ്മൾ മുമ്പേ ചതച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് എല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ഇഞ്ചി, പച്ചക്കുരുമുളക്, വെളുത്തുള്ളി, പിന്നെ കുരുമുളക് ചേർത്ത് ഇതിൻ്റെ അകത്തോട്ട് ഒരു കോപ്പ തൈരുണ്ട് കേട്ടോ. തൈര് നമുക്ക് ഇതിന് മേളിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചാലിച്ചെടുക്കണം. നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊരു 1 മുറി മതി കേട്ടോ. 1 മുറി നാരങ്ങാ നീരും കൂടെ ഇതിൻ്റെ അകത്തോട്ട് പിഴിഞ്ഞ് നമുക്ക് ചേർക്കാം. നമുക്ക് അതിൻ്റെ അകത്തോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഇളക്കി നമ്മൾ മിക്സ് ചെയ്യും. അങ്ങനെ നമ്മുടെ മസാല കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലോട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ടൊരു ഇതിൻ്റെ ഇടയ്ക്കോട്ട് നമുക്ക് ഓരോ വര ഇട്ട് കൊടുക്കുക. അതിൻ്റെ മസാലയെല്ലാം കൂടെ ഇതിൻ്റെ അകത്തോട്ട് കയറി ചേർന്ന് കഴിയുമ്പോഴത്തേക്കും
നല്ലപോലെ മുളകെല്ലാം നല്ലപോലെ പിടിച്ചോളും. അതിന് നമുക്കിത് നല്ലപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇതിൻ്റെ കാൽഭാഗവും എല്ലാം ഒരു ചെറിയ വരകൾ. ചാലിച്ച് വെച്ചേക്കുന്ന മസാലക്കൂട്ട് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം നമുക്ക്. ഇതുപോലെ നമ്മൾ ഈ വരഞ്ഞേക്കുന്നതിലെല്ലാം നല്ലപോലെ അകത്തോട്ടേ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. മസാല നല്ലപോലെ നമ്മൾ സൂപ്പറായിട്ട് ഇത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് 20 മിനിറ്റോളം ഇതകത്തിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടി നമുക്കിവിടെ ഒന്ന് വെക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പൈപ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് നമുക്ക് അതിനാവശ്യമായ പൊക്കം നോക്കി നമുക്ക് ഇവിടെ ഒന്ന് അടിച്ചതാക്കാം. നമുക്ക് ഇതിന് ചുറ്റും ഈ കരിയൊക്കെ ഒന്നിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഏറെക്കുറെ നമുക്ക് കല്ലിനൊക്കെ ഒന്ന് തീ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഈ പൈപ്പിലോട്ട് വെച്ച് ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ ചേർത്ത് വെച്ച് ഇറക്കി വെച്ചിട്ട് ഇതിൻ്റെ പുറമെ മുഴുവൻ നമ്മൾ വിറകടുക്കി തീയാക്കണം. നല്ലപോലെ തീയാക്കിയതിന് ശേഷം ആ കനലെല്ലാം അവിടെ ഒന്ന് അടുപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ബക്കറ്റ് ചിക്കന് നല്ലപോലെ നമ്മൾ തീയെല്ലാം കൂട്ടി ഇത് മൊത്തത്തിൽ കവർ ചെയ്ത് തന്നെ കംപ്ലീറ്റ് നമ്മളൊന്ന് ഒരു 4-5 പ്രാവശ്യം നമ്മൾ നല്ലപോലെ ഒന്ന് തീ ആളിച്ച് അത് അകമെല്ലാം ഒന്ന് വേണം. ഇപ്പം നല്ലപോലെ ഈ അണ്ട നല്ലപോലെ പഴുത്തായിരിക്കും. ഇനി ആ ചൂടത്ത് ഇത് നല്ല സെറ്റായിട്ട് അപ്പം കുറേ കനലും ആയല്ലോ. ഇനി ആ കനലത്ത് നമുക്ക് ഒരു അരമണിക്കൂറൂടെ അത് വെക്കാം. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ മൂടി ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നോക്കാവേ. ഇപ്പം നമ്മൾ നല്ലപോലെ കനല് കിടന്നൊന്ന് ഏർക്കുറെ ആയിട്ടുണ്ട്. എന്നാലും നമുക്കിതൊന്ന് പൊക്കിയിട്ട് ഒരു ശകലം എണ്ണ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. നമുക്ക് ഇതിൻ്റെ അത് ഒരു ശകലം എണ്ണയും കൂടെ തൂത്ത് കൊടുക്കാതെ നല്ല ചൂടാണ്. ചൂട് കാരണം അങ്ങോട്ട്
വറുക്കാൻ വേണം. എന്നാലും നല്ലപോലെ എണ്ണ അതിന് മണ്ടപ്പൊടി സ്ഥലം തൂത്ത് അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ വക്കറ്റ് ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് ഇനി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ വൈഫിന് തന്നെ ആദ്യം കൊടുക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയട്ടെ. സൂപ്പർ, അടിപൊളി. ഓക്കെ, അപ്പം നല്ലതാണേലും നല്ലതാണെന്ന് പറയുള്ളൂ കേട്ടോ. അതുകൊണ്ട് അതിലൊന്നും ഓർക്കണ്ട, സൂപ്പർ തന്നെയാണ് ഈ സംഭവം. നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് മയോണൈസ് കൂട്ടി നല്ല കേട്ടോ. മയോണൈസ് നമ്മളിവിടെ തന്നെ റെഡി ആക്കിയിരിക്കുന്നതാണ്. ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ നമ്മൾ മയോണൈസ് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അത് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. വെള്ളമുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ നല്ലതാണ്. കാരണം ഞാൻ തന്നെ ഉണ്ടാക്കാറുണ്ട്, ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കും. സൂപ്പറാണ് കേട്ടോ, അടിപൊളി. അപ്പം ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യാം. അപ്പം വീണ്ടും അടുത്ത വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ബൈ.